ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുൻപേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 കപ്പ് അളവിൻ്റെ കണക്കാണ് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കാം. ഈ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട. ഇത് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരുന്നത് വരെയാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് തിളച്ച് കുറുകി വന്നാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും. ആ ഒരു ഫീല് വരെയാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ടത്. അത് ശരിക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു പരിവായാൽ നമുക്കിത് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. അടുത്തതായി നമുക്ക് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ നെയ്യും കൂടി ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് ഷുഗർ തന്നെ ഉപയോഗിക്കണം. ഗോതമ്പ് പൊടി കുറച്ച് കുറവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് പഞ്ചസാരയും കുറച്ച് കുറവ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കാനാണ് പോകുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നെയ്യിലൊക്കെ കിടന്ന് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു മണം വരും. അതുവരെ മാത്രം നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കളറൊന്നും അധികം മാറി വരരുത്. ഇപ്പോൾ ഇവിടെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് തണുത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ബാക്കിയുള്ള സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരിക്കലും അധികമാവരുത്. ഇത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ചേർക്കുന്ന ഉപ്പാണ്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ഈ ബേക്കിംഗ് സോഡ ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയാൽ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പാലാണ് ഉപയോഗിക്കുന്നത്. അഥവാ നിങ്ങൾ പാൽ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയുടെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ പാൽ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പം ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടി പാലൊഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പം നിങ്ങൾ കുറച്ചായി ഒഴിച്ചു നോക്കുക. ഇതിൻ്റെ പരിവെന്ന് പറയുന്നത് ചപ്പാത്തി മാവിൻ്റെതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ള പരിവാണ് വേണ്ടത് നമുക്ക്. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കണം. അതിനുശേഷം മാത്രമേ നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലുള്ള ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അധികം വലിപ്പമുള്ള ഉരുളകളാക്കരുത്. ഇത് ഓയിലിടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരും. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ നിങ്ങൾ ഉരുളകളാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതെല്ലാം ഇവിടെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് ഉരുളകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയം ഗ്യാസ് സ്റ്റവ് മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഉരുളകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൂടാതെ ഉൾഭാഗം ഒട്ടും വെന്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു കളറായി വന്നാൽ നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇത് ചൂടോടെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയം ഈ ഷുഗർ സിറപ്പും അത്യാവശ്യം ചൂടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗുലാബ് ജാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ അഥവാ മുൻപേ തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിലും ഇത് ചേർക്കുന്നതിന് തൊട്ട് മുമ്പേ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഗുലാബ് ജാമുൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കൂടി പറയുന്നു, പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.